ഹലോ. നമസ്കാരം. എവർക്കും എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് കോഴ്സ് ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഒരു കോഴ്സ് ഇൻട്രൊഡക്ഷൻ ആദ്യം മുതൽ അവസാനം വരെയും കൃത്യമായി കണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മുടെ ആപ്പിനുള്ളിൽ ഏത് രീതിയിലാണ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുക, ക്ലാസ്സുകൾ കാണേണ്ട രീതി, നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യേണ്ട രീതികളെക്കുറിച്ചെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ പോകുന്നത് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത് കൃത്യമായിട്ട് ഈ വീഡിയോ മുഴുവനും കാണുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ പോകും. ഓക്കെ. ഒഫീഷ്യലായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇന്നെന്ന് പറയുന്നത്. നമുക്ക് ആക്ച്വലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. നമുക്കെപ്പോഴും ഒരു ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് PSCയുടെ പരീക്ഷാ ചോദ്യങ്ങളുടെ പാറ്റേൺ ഒക്കെ മാറി വരികയാണ്. 100 ചോദ്യങ്ങളുണ്ടെങ്കിൽ 10 മുതൽ 15 ചോദ്യങ്ങൾ വരെ സ്റ്റേറ്റ്മെന്റ് രൂപേണ അല്ലെങ്കിൽ പുതിയ പാറ്റേൺ പ്രകാരമുള്ള ചോദ്യങ്ങളായിരിക്കും കയറി വരിക. അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടം ഈ ഒരു ചോദ്യങ്ങൾ മൂലം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങളെ അനായാസം നമുക്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള നോട്ടുകളും ക്ലാസ്സുകളും ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക. അതുപോലെ തന്നെ സാധാരണ LLB അല്ലെങ്കിൽ LLM ഒക്കെ പഠിക്കുന്ന ആ ഒരു എഫേർട്ട് എടുത്ത് ഇവിടെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും കാര്യങ്ങൾ കളക്ട് ചെയ്ത് അത് തന്ത്രപൂർവ്വം അല്ലെങ്കിൽ ഏറ്റവും ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ രീതി. അപ്പോൾ ഇവിടെ പ്യുവറായിട്ട് നമ്മൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് PSC രീതിയിൽ നിന്നും കാര്യങ്ങൾ പഠിച്ചെടുത്ത് ആ പഠിച്ച കാര്യങ്ങൾ വൃത്തിക്ക് എക്സാം ഹാളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. എക്സിക്യൂഷൻ ലെവലിൽ കൂടി നമ്മൾ കയറി വരണം. ഇത്രയും ഒരു കോമ്പറ്റീഷൻ ഹീറ്റ് ഉള്ള സമയത്ത് നമ്മളിത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആഴ്ചയിൽ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഫ്രൈഡേ അവസാനിക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന കോഴ്സുകൾ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എംഫേവർ ലേണിംഗ് ആപ്പ് എടുക്കുന്നു അല്ലേ. എടുത്തതിന് ശേഷം ലേൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ലേൺ എന്ന് പറയുന്ന ഓപ്ഷനുള്ളിൽ മൈ കോഴ്സ് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് ലീഗൽ അസിസ്റ്റന്റ് എന്നും ആ ലീഗൽ അസിസ്റ്റന്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളുടെ ഫോൾഡേഴ്സ് അവിടെ കാണാൻ സാധിക്കുക. അപ്പൊ ഇപ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, ക്ലാസ് ഓപ്പൺ ചെയ്യേണ്ടത്. അല്ലാതെ നേരിട്ട് നിങ്ങൾ സ്റ്റോറിൽ നിന്ന് വീണ്ടും ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ബൈ നൗ എന്നുള്ള ഓപ്ഷനെ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ലേൺ എടുക്കുക, മൈ കോഴ്സ് എടുക്കുക, ഈ പറയുന്ന ലീഗൽ അസിസ്റ്റന്റ് ഓപ്പൺ ചെയ്യുക. സബ്ജക്ട് വൈസ് ഫോൾഡേഴ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി എല്ലാവർക്കും സിലബസ് അറിയാവുന്നതാണ്. നമ്മൾ പഴയ സിലബസ് ആണ് കവർ ചെയ്യുന്നത്. പഴയ സിലബസിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇത്തവണ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്യുവർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 70 മാർക്കാണ്. 10 മൊഡ്യൂൾസ് ആയിട്ട് അത് വന്നിട്ടുണ്ട്, ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത് 70 മാർക്കാണ്. 10 മൊഡ്യൂൾസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ പറയുന്ന പഴയ IPC, CRPC, എവിഡൻസ് ആക്ടിന് പകരമായിട്ട് BNS, BNSS, BSA എന്നീ യഥാക്രമം പുതിയ ആക്ടുകൾ നമുക്ക് പഠിക്കേണ്ടി വരും എന്നതിനോടൊപ്പം തന്നെ ബാക്കി വരുന്ന 30 മാർക്സിൽ 20 വന്നിട്ട് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഒഴിവാക്കാനുള്ള ചാൻസ് നമുക്ക് അത്ര എളുപ്പമല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഈ ഒരു തസ്തികയ്ക്ക് ഇംഗ്ലീഷ് അത്ര അധികം പ്രാധാന്യമുണ്ട്. ഇംഗ്ലീഷാണ് നമുക്ക് വേണ്ട ഒരു ലീഗൽ ടേംസ് ഒക്കെ ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. ഇപ്പം ലീഗൽ ടേംസും വൊക്കാബുലറിയും ഗ്രാമറും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഒരുപക്ഷെ ഒഴിവാക്കില്ലായിരിക്കാം. അതുകൊണ്ട് എന്നാൽ നമുക്ക് ഇംഗ്ലീഷ് അവസാനത്തേക്ക് വയ്ക്കാനും പറ്റത്തില്ല. 20 മാർക്ക് എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷും കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഏറ്റവും വലിയ ഒരു സംശയം എന്ന് പറയുന്നത് GK, കറണ്ട് അഫയേഴ്സ്, ഫ്രീഡം മൂവ്മെന്റ്, റിനേസൻസ് പോലുള്ള 10 മാർക്കിന്റെ ഭാഗമാണ്.
ആ 10 മാർക്കിന്റെ ഭാഗം ഒരു പക്ഷേ എടുത്തു മാറ്റിയേക്കാം, അതുകൊണ്ട് തന്നെ അത് ആദ്യമേ പഠിച്ച് നമുക്ക് ലോഡ് കൂട്ടാതെ സിലബസ്, ഈ പരീക്ഷാ സിലബസ്, പുതിയ സിലബസ് വന്നിട്ടില്ല, പുതിയ സിലബസിൽ ഈ പറയുന്ന ആക്ടുകളിൽ ഉണ്ടാവുന്ന മാറ്റവും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ 10 മൊഡ്യൂൾ എന്നുള്ളത് ചിലപ്പോൾ ഷോർട്ടാക്കി, എന്നാൽ ഈ പറയുന്ന 70 എന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ 80 ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിലവിൽ 70 ഇംഗ്ലീഷ് 20, 10 മാർക്ക് GK ആൻഡ് കറണ്ട് അഫെയർ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന 70 മാർക്കിന്റെ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനും 20 മാർക്കിന്റെ ഇംഗ്ലീഷും ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ആദ്യമേ നിങ്ങൾക്ക് തന്നു തുടങ്ങും. പക്ഷെ ബാക്കി 10 മാർക്കിന്റെ സാധനം നമ്മൾ വെച്ചിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് വന്നതിന് ശേഷം അത് പഠിച്ചാൽ മതി. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ സിലബസ് വരുമ്പോൾ GKയും കറണ്ട് അഫയേഴ്സും ഫ്രീഡം മൂവ്മെന്റും റിനേസൻസും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വേറെ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നില്ല. അല്ല, കാരണം നിങ്ങൾ പലരും വേറെ എക്സാംസ് നോക്കുന്നില്ല, ഇതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു എക്സാമിലേക്ക് കയറി വന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ നിങ്ങൾ അത് വേറെ എവിടെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ വെറുതെ പഠിച്ചിട്ട് ഈ പറയുന്ന സിലബസ് വരുമ്പോൾ ഇതൊന്നും ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സമയനഷ്ടമാണ്. പലരും സമയം കണ്ടെത്തിയാണ് പഠിക്കുന്നത്, സമയം കണ്ടെത്തി പഠിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള പല ആളുകളും, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനും ഇംഗ്ലീഷും സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്രകാരം ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ലൈവായിട്ടും, എന്നാൽ ലൈവ് കാണാൻ അസൗകര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്താണ് കംപ്ലീറ്റ്ലി ലൈവ്, അതുപോലെ തന്നെ ലൈവിൻ്റെ റെക്കോർഡിങ്സും ഉണ്ട്. യു ക്യാൻ വാച്ച് അറ്റ് എനി ടൈം. ഇപ്പോൾ ലൈവ് കൃത്യസമയം ഒരു 7 മണിക്കാണ് ലൈവ് എന്ന് വിചാരിക്കുക, രാത്രി 7 മണിക്ക് നിങ്ങൾക്ക് കാണാൻ അസൗകര്യമാണ്. 7 കഴിഞ്ഞ് ലൈവ് എന്ന് പറയുന്നത് സാധാരണ ഒരു 1 hour ഡ്യൂറേഷൻ ആണ് വരുന്നത്. ലൈവ് കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ തന്നെ ലൈവിൻ്റെ റെക്കോർഡിങ്സ് കിട്ടും. അതായത് നിങ്ങൾക്ക് അതിനുശേഷം ഇഷ്ടമുള്ള സമയത്ത് 2x-ലോ 4x-ലോ 5x-ലോ ഇട്ട് കാണാം, റെസൊല്യൂഷൻ മാറ്റി എടുക്കാൻ പറ്റും, അതായത് വീഡിയോ ക്ലാരിറ്റി കൂട്ടാനും പിടിക്കാനൊക്കെ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി പ്രീ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് വീക്ക്ലി നമ്മൾ പ്രീ റെക്കോർഡ് സെഷൻസും പ്രൊവൈഡ് ചെയ്യും. പ്രീ റെക്കോർഡ് സെഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും ആയിരിക്കും കേട്ടോ. ഓക്കെ, അത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രീ റെക്കോർഡഡ് ഫോൾഡർ ഉണ്ടായിരിക്കും. ആ ഫോൾഡറിനുള്ളിൽ ഇംഗ്ലീഷ് എന്ന് കാണിക്കും. നിങ്ങൾക്ക് അവിടെ നിന്നും ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ, ഡെയിലി ക്ലാസ്സുകൾ സ്റ്റഡി പ്ലാൻ പ്രകാരം അത് പ്രീ റെക്കോർഡിംഗ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള PSC മോഡൽ പ്രീ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി സബ്ജക്ട് വൈസ് ആണ് ഫോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓരോ അല്ലെങ്കിൽ ഇപ്പോൾ ലോ ആണെങ്കിൽ ലോ, അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ സെപ്പറേറ്റ് ചെയ്തും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പോളിറ്റി സെപ്പറേറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ സബ്ജക്ട് വൈസ് ആ ഒരു ഫോൾഡർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈസി ടു ഗോ ത്രൂ ആണ്. സിലബസ് വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഈസി ടു ഗോ ത്രൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഡൗൺലോഡബിൾ PDF നോട്ടുകളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PDF നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാന്നുള്ള. അപ്പോൾ നമ്മുടെ ആപ്പിനുള്ളിൽ നിങ്ങൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ PDF കൊടുക്കുമ്പോൾ നേരിട്ട് മൊബൈലിൽ ഫയൽസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടല്ലോ, ആ ഫോൾഡറിനുള്ളിൽ ഈ പറയുന്ന PDF അവൈലബിൾ ആയിരിക്കും. പലപ്പോഴും ആരും അറിയുന്നില്ല, ഈ പറയുന്ന ഡൗൺലോഡ് ചെയ്യുമ്പോൾ പിന്നെ എവിടെയാ ഒന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ പറയുന്ന മൊബൈലിലാണ് എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ മൊബൈലിനുള്ളിൽ ഫയൽസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും. സെറ്റിംഗ്സ് ഒക്കെ എടുത്ത ഫയൽസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന PDF അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അതല്ല നമ്മുടെ സൈറ്റ് വഴിയാണ്, വെബ്സൈറ്റ് വഴിയാണ് കയറുന്നെങ്കിൽ www.mfavor.com വഴിയാണ് കയറുന്നെങ്കിൽ സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് ഡൗൺലോഡ് സേവ് ആസ് ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള നെയിമും എഡിറ്റ് ഒക്കെ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് മൺഡേ ടു ഫ്രൈഡേ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് സൺഡേ 6 മണിക്ക് ശേഷം ഒരു മെഗാ മോക്ക് ടെസ്റ്റ് ഉണ്ട്. 30 മുതൽ 50 ക്വസ്റ്റ്യൻസ് വരെ അടങ്ങുന്ന. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്ത് മൺഡേ ടു ഫ്രൈഡേ സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മൾ എന്തൊക്കെ ക്ലാസ്സുകൾ തന്നിട്ടുണ്ടോ, ലൈവ് റെക്കോർഡിങ് അല്ലെങ്കിൽ പ്രീ റെക്കോർഡ് സെഷൻസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനുള്ളിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സാംസ് എന്ന് പറയുന്നത് ഇവയെല്ലാം ചേർത്തുകൊണ്ടുള്ള 30 to 50 മാർക്കിന്റെ എക്സാം ആയിരിക്കും. നിങ്ങൾക്ക് 6 മണിക്ക് ശേഷം, സൺഡേ 6 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാവുന്ന, ഈ പറയുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സീരീസ് ആണ്. അപ്പോൾ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് നമുക്ക് മൊഡ്യൂൾ വൈസ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ 10 മൊഡ്യൂളാണ് വരുന്നത്, അല്ലേ? അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ്
ഇപ്പോൾ സബ്ജക്റ്റ് വൈസ് ആണെങ്കിൽ ലോ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്പറേറ്റ് ആയിട്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ പൊളിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് ആപ്പിനുള്ളിൽ സിലബസ് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, കൂടാതെ എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ PSC മോഡൽ എക്സാം ആണ്. ഇതെല്ലാം ആപ്പിനുള്ളിലാണ് കേട്ടോ, ഇതെല്ലാം ഇൻസൈഡ് ദി ആപ്പാണ്. ഓക്കെ, ആപ്പിനുള്ളിലാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി മെന്റർഷിപ്പ് ആൻഡ് ഗൈഡൻസ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാവും. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് 2 വീക്സ് വരെ നമ്മുടെ അഡ്മിഷൻ ഓപ്പൺ ആവും. അതിനുള്ളിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് ഈ പറയുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് 2 വീക്സ് കഴിഞ്ഞായിരിക്കും നമ്മുടെ വാട്സാപ്പ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം നമ്മുടെ ഈ പറയുന്ന വളരെ പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പും കൃത്യമായിട്ടുള്ള ഗൈഡൻസിന് വേണ്ടിയിട്ടും പിന്നെ നിങ്ങളുടെ ഒരു ട്രാക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് 20 or 25 സ്റ്റുഡൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഓരോ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ടേക്ക് ആഡ് ചെയ്യും. ഓക്കെ, ഇനി ആക്സസ് എന്ന് പറയുന്നത് നോക്കിയേ, നമുക്ക് മൊബൈൽ വഴിയും കയറാം, ലാപ്ടോപ്പ് വഴിയും കയറാം. മൊബൈൽ ആണെങ്കിൽ ഒന്നുകിൽ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ ആണ്, രണ്ടിലും കൂടെ ഒരുമിച്ച് കയറാൻ സാധിക്കത്തില്ല. ഡിവൈസ് ബ്ലോക്ക് ആയി പോകും. പിന്നെ നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് ആ ഡിവൈസ് അൺബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇനി അഥവാ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സൈറ്റിൽ കയറുക, www.mfavor.co. ഓക്കെ, മൊബൈലിലാണെങ്കിൽ ഈ പറയുന്ന സൈറ്റ് വഴി ക്ലാസ് കാണാൻ പറ്റും. കുറെ കൂടി ഹയർ റെസൊല്യൂഷനിൽ നമുക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്, അത് അറിയാമല്ലോ ലാപ്ടോപ്പിലാവുമ്പോഴേക്കും. ഇനി കൃത്യമായിട്ട് ഗൈഡ് ലൈൻസും ഈ പറയുന്ന ഡിസിപ്ലിനായിട്ട് നിങ്ങൾ ഈ കോഴ്സ് കൊണ്ടുപോകുക. ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിൻ ID പാസ്വേഡ് മറ്റൊരാൾക്ക് കൊടുക്കരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു വ്യക്തി ഈ പറയുന്ന നിങ്ങളുടെ കോഴ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ടെർമിനേറ്റ് ആയി പോകും. ദയവായി നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതായത് www.mfavor.com എടുത്തിട്ട് എംഫേവറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് നിങ്ങൾ വായിക്കണം. അത് വായിച്ച് വേണം നിങ്ങൾ കൃത്യമായിട്ട് പോവേണ്ടത്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉപയോഗിക്കുക. നോട്ടുകൾ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട്. ഓക്കെ, വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം എന്നാണോ അതുവരേക്കും കോഴ്സിൻ്റെ വാലിഡിറ്റി ഉണ്ട്. അതായത് നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒക്ടോബറിലോ നവംബറിലോ ഒക്കെ ആയിരിക്കാം, ഒക്ടോബർ തന്നെ നമുക്ക് വിചാരിക്കാം. അന്നേരം അതുവരേക്കും ഈ പറയുന്ന കോഴ്സിൻ്റെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല. എക്സാം ഒരുപക്ഷെ നീട്ടിയാൽ കൂടിയിട്ടും അത്രയും കാലത്തോളം നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതായത് നാളത്തെ ക്ലാസ് നിങ്ങൾ നാളെ തന്നെ കണ്ടു തീർക്കാൻ നിങ്ങൾ ഒരിക്കലും ആ ഒരു ചിന്തയോട് കൂടി നിൽക്കേണ്ട. നാളത്തെ ക്ലാസ് നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞും കാണാൻ പറ്റും. കാരണം നമ്മുടെ കോഴ്സിന്റെ വാലിഡിറ്റി എന്നാണോ അല്ലെങ്കിൽ എക്സാം എന്നാണോ അതുവരേക്കും കോഴ്സിന്റെ വാലിഡിറ്റി അവിടെ ഉണ്ട്. ആ വാലിഡിറ്റി അവിടെ ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന ക്ലാസ്സുകളെല്ലാം ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇഷ്ടമുള്ള സമയത്ത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാ ദിവസത്തെയും സ്റ്റഡി പ്ലാൻ എംഫേവർ കേരള PSC എന്ന നമ്മളുടെ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക. ടെലിഗ്രാം എടുത്തിട്ട് എംഫേവർ കേരള PSC എന്ന് മാത്രം സെർച്ച് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ചാനൽ ഉണ്ടാവും. 1 ലക്ഷത്തോളം അധികം സ്റ്റുഡൻസ് ഉള്ള ഒരു ചാനലാണ്. അതല്ലാതെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ആപ്പിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് ക്ലാസ്സുകൾ എന്നുള്ളത്. തുടർന്ന് ഈ പറയുന്ന അഡ്മിഷൻ അവസാനിക്കുമ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് അഡ്മിഷൻ അവസാനിക്കുമ്പോൾ നമുക്ക് വാട്സാപ്പ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റർഷിപ്പ്, ഗൈഡൻസ് എന്നിവ ഉറപ്പാക്കാനായിട്ട് ക്ലാസ്സുകൾ ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സ്റ്റുഡൻസ് മാത്രമായിരിക്കത്തില്ല, ക്ലാസ്സുകൾ ചെയ്യുന്നവരും മറ്റ് മോഡറേറ്റേഴ്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. എന്തുണ്ടെങ്കിലും ഒരു 1 സ്റ്റെപ്പ് ക്ലിക്കിലൂടെ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യവും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഇതൊരു തുടക്കമാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കോഴ്സിൽ നിന്നും നിങ്ങൾക്ക് വിജയിക്കേണ്ട 100% റാങ്ക് ഗ്യാരണ്ടി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത്തരത്തിൽ PSC മോഡലിൽ നിന്നുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതൊന്ന് PSCയുടെ ആ രീതിയിലേക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പല ആക്റ്റുകളും വളരെ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, എന്നാൽ പോകേണ്ടടുത്ത് പോകേം വേണം, PSC രീതിക്ക് അനുസരിച്ച് പഠിക്കുകയും വേണം. അപ്പോൾ ഇതൊരു ബാലൻസിങ് ആണ്. ഓക്കെ, വളരെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ PSCയുടെ
രീതിക്ക് അനുസരിച്ച് നമ്മൾ പഠിച്ചെടുക്കേണ്ട ആ ഒരു രീതിയിലേക്ക് ബാലൻസ് ചെയ്ത് പോകണം. ആ ഒരു ബാലൻസിങ്ങും ആ ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, മാത്രമല്ല നമുക്ക് മുൻകാലങ്ങളിൽ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ നമുക്ക് ടേക്കപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന IPCക്ക് ഒക്കെ പകരം വന്നിരിക്കുന്ന BNS അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ചോദ്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. PSC അത് പ്രകാരമുള്ള പരീക്ഷകൾ ഇതുവരെ നടത്തിയിട്ടില്ല, ഇനി നടത്താൻ പോകുന്നതേ ഉള്ളൂ അല്ലേ. ഈ പറയുന്ന ലോ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ഏതൊക്കെയുണ്ടോ, ഈവൻ നമ്മുടെ പോലീസ് യൂണിഫോം പോസ്റ്റുകൾക്കായാലും ഈ പറയുന്ന BNSഉം BNSSഉം BSA ഒക്കെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ അവരുടെ പരീക്ഷകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്യും. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് പഠിച്ച് പോകാന്നുള്ളതാണ്. നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ നോട്ടുകൾ വരിക. തുടർന്ന് അവയുടെ പക്ഷേ എക്സ്പ്ലനേഷൻ നമുക്ക് മലയാളത്തിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ മലയാളത്തിൽ സംസാരിച്ച് തന്നെയാണ് പോകുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ. സോ മൺഡേ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ. ഓക്കെ, താങ്ക് യു.